എന്തിനാ മോളെ വിഷമിക്കുന്നേ? ടീച്ചർമാരാരെങ്കിലും മോളെ വഴക്ക് പറഞ്ഞോ? എന്താ മോളെ? അമ്മു ഇന്നു ഈ സ്കൂളിൽ നിന്ന് പോവുക. അവരിന് സർക്കാർ സ്കൂളിലാ പഠിക്കുന്നേ. എന്തിനാ അവര് സ്കൂളിൽ നിന്ന് മാറ്റുന്നേ? ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? നമ്മൾ പറഞ്ഞാലൊന്നും അവര് കേൾക്കില്ലല്ലോ. എന്നാലും അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. അവരില്ലാതെ ആ സ്കൂളിൽ പോവാൻ എനിക്ക് ഇഷ്ടമല്ല. എന്തായാലും നന്നായി. ആ വൃത്തിയിട്ട പിള്ളേര് സ്കൂളിൽ നിന്ന് പോകുന്നതോടുകൂടി ആ സച്ചിയും അവിടേക്ക് വരാതാവും. അതോടെ സച്ചിയും ചിപ്പിമോളും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കും. ഇതൊരു നല്ല അവസരമാ. ചിപ്പിമോളുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. മോളെ, സ്കൂൾ ഫീസ് അടയ്ക്കാൻ അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. ഇനി അഥവാ ഫീസ് വേണമെങ്കിൽ നമ്മളോട് ചോദിച്ചാ പോരെ? നമ്മൾ കൊടുക്കില്ലേ? ഇതാ സച്ചി മനഃപൂർവ്വം ചെയ്യുന്നതാ. അതെന്തിനാ? അല്ല, ആ കുട്ടികൾ നല്ല സ്കൂളിൽ പഠിക്കുന്നത് സച്ചിക്ക് ഇഷ്ടമല്ല. എല്ലാ വർഷവും ഫീസ് കൊടുക്കണ്ടേ, യൂണിഫോം വാങ്ങണ്ടേ? സർക്കാർ സ്കൂളിലാവുമ്പോ കാശൊന്നും ചെലവാവത്തില്ലല്ലോ, ഫീസ് കൊടുക്കുകയും വേണ്ട. ആണോ? അതെന്നെ. മോള് വിചാരിക്കുന്നത് പോലെ ആ സച്ചി ഇത്ര നല്ല ആളൊന്നും അല്ല. പിന്നെ മോളുടെ കൂട്ടുകാരിയുടെ അച്ഛനായതുകൊണ്ടും മോൾക്ക് അയാളോട് ഇഷ്ടമുള്ളതുകൊണ്ടും അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. സത്യമാണോ അമ്മേ? സത്യം. എന്റെ മോളോട് അമ്മ കള്ളം പറയോ? അമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ അമ്മയെ മോളിൽ നിന്ന് അകറ്റാനാ അയാൾ മോളോട് സ്നേഹം കാണിച്ചത്. അല്ലാതെ മോളോട് യഥാർത്ഥത്തിൽ അയാൾക്ക് ഒരു സ്നേഹവും ഇല്ല. സച്ചിയങ്കിളേ, സച്ചിയങ്കിൾ. സച്ചിയങ്കിളിനോട് ഞാൻ ഇനി മിണ്ടില്ല. മോൾക്ക് കൂട്ടുകാരെ കാണണമെന്നുള്ളപ്പോ അമ്മ കൊണ്ടുപോയി കാണിക്കാം. പക്ഷെ സച്ചിയോട് ഇനി മിണ്ടരുത്. ഇല്ല, മിണ്ടില്ല. സത്യം. സത്യം. മോള് ചെന്ന് യൂണിഫോം ഒക്കെ ഒന്ന് മാറ്റും. ചെൽ.